ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് അരി കൊണ്ടുള്ള തരികളോട് കൂടിയിട്ടുള്ള ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. തേങ്ങാപ്പാൽ ചേർക്കാതെയാണ് നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഇനിയിപ്പോൾ 400 ഗ്രാം ശർക്കരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നല്ല ഡാർക്ക് കളറിലുള്ള ശർക്കര എടുക്കുകയാണെങ്കിൽ ഹൽവയ്ക്ക് നല്ല കളർ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ശർക്കരയിലേക്ക് 2.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ മെൽറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാം. പച്ചരി സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. അരമണിക്കൂറാണ് സോക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് മീതെ നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തരികളുള്ള ഹൽവ ഉണ്ടാക്കുന്ന സമയത്ത് അരി അധികം സമയം സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. 1 ഇഞ്ച് മീതെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അരച്ചെടുക്കുന്ന സമയത്ത് അധികം ഫൈനായിട്ട് അരച്ചെടുക്കണ്ട. നമ്മൾ തരികളോട് കൂടിയിട്ടുള്ള ഹൽവയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. റവയുടെ തരികൾ പോലെയുള്ള തരികൾ ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ശർക്കര ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം അത് മാറ്റി വയ്ക്കാം. ഇനി നോൺ സ്റ്റിക്കിൻ്റെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഹൽവ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ കടായി ആകുമ്പോൾ ഹൽവ ഇളക്കിയെടുക്കാനൊക്കെ ഈസിയാണ്. ഇതിലേക്ക് നമുക്ക് അരി അരച്ച് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ശർക്കര മെൽറ്റ് ചെയ്തത് അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടല്ല ഈ ഹൽവ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന തരിയുള്ള ഹൽവയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണേ. താഴെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ആ തേങ്ങ 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല നൈസായിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. എല്ലാം ചേർത്തിട്ട് വേണം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാനായിട്ട്. 4 ഏലക്കയും 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഹൽവയുടെ പരിവാവുന്ന വരെയും നമ്മൾ ഇളക്കി കൊടുക്കുക. അതിന് മുമ്പായിട്ട് ഹൽവ ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൽ എണ്ണയൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കണം. പ്ലേറ്റ് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ കേക്ക് ടീൻ സ്ക്വയർ ഷേപ്പിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഹൽവ റെഡിയാക്കി എടുക്കാം. ഏകദേശം ഒരു 50 മിനിറ്റിൻ്റെ അടുത്തൊക്കെ എടുക്കും ഈ ഹൽവ റെഡിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കരുത്. അപ്പോൾ ഈ ഹൽവ കുക്കാവാത്ത പോലെ ഉണ്ടാവും കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഒരു 50-55 മിനിറ്റിലാണ് ഈ ഹൽവ റെഡിയായിട്ട് കിട്ടുകയുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് തിക്കായി തുടങ്ങും. നോൺ സ്റ്റിക്കിൻ്റെ കടായി ആയതുകൊണ്ട് ഇളക്കിയെടുക്കാനായിട്ട് ഈസിയാണ്. പലതരത്തിലുള്ള ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ഈ അടുത്തായിട്ട് നെയ്യപ്പത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള നെയ്യപ്പമാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഇത് കുറച്ച് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ കടായി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിട്ട് വരുന്ന പോലെയൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഏതിലായാലും ഹൽവ ഉണ്ടാക്കുന്ന സമയത്ത് ഏകദേശം 1 മണിക്കൂറിൽ താഴെ തന്നെ സമയം എടുക്കും ഇത് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കട്ടിയായി ഇളക്കിയെടുക്കാൻ വിഷമം തോന്നുന്ന സമയമാകുമ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് നെയ്യ് ഇട്ട് കൊടുക്കുക. ടോട്ടൽ 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആദ്യം 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേശ്ശെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി റെഡിയാക്കി എടുക്കുക. ഒരു 10-40 മിനിറ്റൊക്കെ ആയി തുടങ്ങുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് കുറച്ചും കൂടിയും ഹാർഡായിട്ട് വരും. അപ്പോൾ ഞാൻ സ്പാച്ചിലൊന്ന് മാറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടിയും കട്ടിയുള്ള വുഡൻ്റെ സ്പാച്ചിൽ എടുത്തിട്ടാണ് ഇപ്പോൾ ഇളക്കിയെടുക്കുന്നത്. കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചെടുത്തിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ബോൾ പോലെ വരണം. അതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്തും കയ്യിലൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കാനും പാടില്ല.
ആ ഒരു പരുവത്തിലാവുന്ന വരെ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു 50 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഇത് റെഡിയായിട്ട് കിട്ടിയിരിക്കുന്നത്. ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടി വെച്ചിട്ട് നമ്മളിത് റെഡിയാക്കി എടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് വേണം ഇത് റെഡിയാക്കി കൊണ്ടിരിക്കാനായിട്ട്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ തടവി വെച്ചിരിക്കുന്ന ടിന്നിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. പ്ലേറ്റ് ആണെങ്കിൽ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ പ്രസ് ചെയ്ത് നല്ല ഷേപ്പാക്കി എടുക്കണം. അതായത് സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ല ലെവലാക്കി എടുക്കുക. ഒട്ടും തന്നെ ഉള്ളിലൊന്നും ഗ്യാപ്പില്ലാതെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മളിത് ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട്. തണുക്കുന്ന വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു കത്തി വെച്ചിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ പ്ലേറ്റിലേക്ക് ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. ഈസി ആയിട്ട് വിട്ട് വരും. കണ്ടില്ലേ, നമ്മുടെ ഹൽവ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടില്ലെങ്കിലും കഴിക്കാൻ അടിപൊളി സ്വാദാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. തരികളോട് കൂടിയിട്ടുള്ള ഹൽവയാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഉണ്ടാക്കണം എന്നുള്ളവർക്ക് അത് വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ കൊടുക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്